പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതലെന്നും ഒന്നേക്കും തന്നെയാണ്. ദ ട്രൂ ഫെയ്ത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഞാൻ യാക്കോബ സഭയിലെ ഇട്ടൂബ് ആലുക്കൽ കോർ എപ്പിസ്കോപ്പ് എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്, വിശുദ്ധ മോറോൻ കൂദാശ ചെയ്യാൻ ആർക്കാണ് അധികാരം? വിശുദ്ധ മോറോൻ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമാണ്. മോറോൻ നമ്മുടെ ശരീരത്തിൽ പൂശിയാൽ പിന്നെ നാം പരിശുദ്ധ റൂഹായാൽ ശരീരവും ആത്മാവും നിറയപ്പെട്ടവനായിട്ട് തീരുകയാണ്. എന്നുവെച്ചാൽ പരിശുദ്ധ റൂഹായുടെ ആവാസം നമ്മിൽ ഉണ്ടാകുകയാണ്. നാം മാമോദീസ മുങ്ങുമ്പോൾ കർത്താവിൻ്റെ ശരീരത്തോട് ചേരുന്നു. എന്നാൽ റൂഹാൽ വീണ്ടും ജനിക്കുകയും വെള്ളത്താൽ ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യണം. ഈ രണ്ട് കാര്യങ്ങൾ നടക്കണം. വെള്ളത്താലും ആത്മാവാലും ശുദ്ധീകരിക്കപ്പെടണം. അത് യോഹന്നാൻ 3:5 നിക്കോദിമോസിനോട് പറയുന്നുണ്ട്. വെള്ളത്താൽ ശുദ്ധീകരിക്കപ്പെടും. ആത്മാവിലും, ആത്മാവിൻ്റെ പ്രതീകമാണ് വിശുദ്ധ മോറോൻ എന്ന് നാം ഓർക്കണം. ഇത് കൂദാശ ചെയ്യാൻ, മറ്റു കാര്യങ്ങളെ പറ്റി ഞാൻ കിടക്കുന്നില്ല. ഇത് കൂദാശ ചെയ്യാൻ ആർക്കാണ് അധികാരം? വളരെ വ്യക്തമായിട്ട് പുറപ്പാട് 30:22 പറയുന്നുണ്ട്. കർത്താവ് പിന്നെയും മോശയോട് കൽപ്പിച്ചു, നീ മേൽത്തരമായ സുഗന്ധവർഗ്ഗങ്ങൾ എടുക്കുക. പിന്നെ വളരെ വിശദമായിട്ട് താഴെ പറയുന്നുണ്ട്, നീ എടുക്കുക എന്നുള്ളത് നീ ആരെക്കൊണ്ടെങ്കിലും എടുപ്പിക്കാൻ പറയുന്നില്ല. നീ എടുക്കുക. പിന്നെ അവനെ സഹായിക്കാൻ വേറെ ആൾ വേണ്ടെന്നല്ല, നിനക്കാണ് ഇതിൻ്റെ അധികാരം എന്നാണ്. പിന്നെ 30 പറയുന്നത്, ആ യോഗപ്രകാരമുള്ള തൈലം ഉണ്ടാക്കുകയോ അതിൽ നിന്ന് അന്യജാതിക്കാരന് കൊടുക്കുകയോ ചെയ്യുന്നവനെ സ്വജനത്തിൽ നിന്ന് ഛേദിച്ച് കളയണം. അവിടെ അന്യജാതിക്കാരൻ എന്ന് പറയുമ്പോൾ സഭയുടെ വിശ്വാസത്തിൽ പെടാത്തവൻ എന്നല്ലേ അർത്ഥം. അവനതുണ്ടാക്കാനോ കൊടുക്കുവാനോ മറ്റുള്ളവർക്ക് കൊടുക്കുവാനോ അധികാരമില്ല. ഇപ്പോൾ പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവയ്ക്ക് മാത്രമേ ഈ മോറോൻ കൂദാശ ചെയ്യാൻ ഇന്ത്യയിൽ അധികാരമുള്ളൂ. കാതോലിക്കായ്ക്കില്ല. കാരണം മോശയോടാണ് ദൈവം കൽപ്പിച്ചത്. മോശ പ്രധാന പുരോഹിതനാണ്, മേൽപ്പട്ടക്കാരനാണ്. മോശയാണ് അഹരോനെ അഭിഷേകം ചെയ്യുന്നത്, നമുക്കറിയാം. പലരുടെയും ധാരണ കാതോലിക്കായ്ക്കുണ്ടെന്ന. അതങ്ങനെ പറയാൻ കാരണം 1912 പാത്രിയാർക്കാ സ്ഥാനത്ത് നിന്നും നീക്കപ്പെട്ട അബ്ദുൽ മിശിഹായെ കൊണ്ടുവന്ന് ഇവിടെ കാതോലിക്കേറ്റ് സ്ഥാപിച്ചു എന്ന് പറയുന്ന മെത്രാകക്ഷിയുള്ളൂ. ശരിയായ സിറിയക് ഓർത്തഡോക്സ് സഭയിൽ നിന്നും സ്വയം പിരിഞ്ഞു പോയവരാണ്. പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവ തിരുവനന്തപുരത്തുകൊണ്ട് അവരെ മുടക്കിയിട്ടുള്ളതുമാണ്. പിന്നെയും രമ്യതയിൽ ആയി എങ്കിലും പിന്നെയും മുടക്കപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ അവർ തന്നെ സമ്മതിക്കുന്നു, ഒരു പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവയ്ക്ക് മാത്രമേ
ഇവിടെ കാതോലിക്കായെ വഴിക്കാൻ അധികാരമുള്ളൂ എന്ന് മുടക്കപ്പെട്ടവരെ കൊണ്ടൊന്ന് ആ അർത്ഥത്തിലല്ല പറയും. അവരൊരു സ്വയം സഭയുണ്ടാക്കി, മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ. അങ്ങനെ ഒരു സഭ ലോകത്തിൽ ആദ്യകാലമൊന്നുമില്ല, ഇപ്പം അവരുണ്ടാക്കിയതാണ്. അവരുടെ അവരുടെ തലവനെ അവർ തിരഞ്ഞെടുത്ത് അങ്ങനെ അംഗീകരിച്ച് മുൻപോട്ട് പോവുകയാണ്. അപ്പം നമ്മുടെ സഭയെന്നും, നമ്മുടെ യാക്കോബായ സഭ മലങ്കര സഭ യാക്കോബായ സഭയെന്നും പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് അതിൻ്റെ കാരണങ്ങളൊക്കെ അറിയാം, അതിനകത്തേക്ക് കിടക്കുന്നില്ല. ആ സഭയിൽ നിന്ന് സ്വയം പിരിഞ്ഞുപോയി, അല്ലെങ്കിൽ മുടക്കപ്പെട്ട് പിരിഞ്ഞുപോയ മെത്രാൻ കക്ഷിയുടെ കാതോലിക്കാക്കി. ഒരു കാതോലിക്കാന്ന് നമ്മൾ ബഹുമാനം കൊടുക്കണല്ല, നമ്മൾ അംഗീകരിക്കണില്ലെങ്കിലും മോറോൻ കൂദാശ ചെയ്യാൻ അധികാരമില്ല. അങ്ങനെയാണെങ്കിൽ അബ്ദുൽ മിശിഹ പാത്രിയാർക്കീസിൻ്റെ പിൻഗാമിയായിട്ട് ഒരു പാത്രിയാർക്കീസ് വന്ന് കൂദാശ ചെയ്തിട്ട് എന്നാൽ ഇതിലും ഭേദമുള്ളത് നമ്മൾ അംഗീകരിക്കുന്നില്ല. അതാറായിരുന്നു ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം, പല പ്രാവശ്യം ഞങ്ങളുടെ ശ്രേഷ്ഠ കാതോലിക്ക ബാവ അവനോർ ബെസേലിയോസ് ജോബസ് ബാവ തിരുമനസ്സുകൊണ്ട് അവരോട് പല പ്രാവശ്യം പറഞ്ഞു, നമുക്ക് രണ്ട് സഭകളായിട്ട് പിരിഞ്ഞ് സമാധാനത്തോടെ സഹവർത്തിത്വത്തോടെ സഹോദരീ സഭകളായിട്ട് പിരിഞ്ഞ് നമുക്ക് ക്രിസ്തുവിൽ ജീവിക്കാത്ത പറഞ്ഞു. ഇതിൽ കൂടുതൽ ഒരു സമാധാനം എന്തെന്നുണ്ടാക്കുന്നത് അവർ പറയണു. കാതോലിക്കൊക്കെ ഉപേക്ഷിച്ചിട്ട് അവരുടെ കാതോലിക്കയെ അംഗീകരിച്ച് 34 ഭരണഘടന പ്രകാരം യോജിച്ചു പോവാം. അതാണ് കോടതിയൊക്കെ പറയുന്നതൊക്കെ. അതിനെപ്പറ്റി വിശദമായിട്ട് ഞാൻ പോണില്ല. എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്, നിങ്ങളീ പറയുന്ന കാര്യങ്ങളൊന്നും നടക്കുന്ന കാര്യമല്ല. ഞങ്ങളുടെ വിശ്വാസത്തിൽ ഞങ്ങൾ മാറിയില്ല. അന്ത്യോക്യ പാത്രിയാർക്കീസിനെ വിട്ടിട്ട് ഒരു വിശ്വാസം ഞങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ട് യോജിക്കുന്ന വിഷയമൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ രണ്ട് സഭയായി എന്ന് നിലനിൽക്കുകയും ചെയ്യും. ഞാനിത് പറയാൻ കാരണം, നിങ്ങൾ മോറോൻ കൂദാശ ചെയ്തപ്പോൾ 1876 പരിശുദ്ധരായ പത്രോസ് തൃതീയൻ പാത്രിയാർക്കീസ് ബാവ തിരുമനസ്സുകൊണ്ട് എഴുന്നള്ളി വന്ന് അവിടെ മോറോൻ കൂദാശ ചെയ്ത് മുളന്തുരുത്തിയിൽ വെച്ചതൊക്കെയാണ്. ഇതൊക്കെ നിങ്ങൾ പറയണതിനാ ചോദിക്കണം. ആ ക്രമം അനുസരിച്ച് ഇത് 11ാമത്തെ മോറോൻ കൂദാശയാണ് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞാൽ ഇത് കൂട്ടിക്കൊഴിക്കണതിനാ. അതിലെനിക്ക് പരാതിയുള്ളൂ. നിങ്ങളുടെ സഭ തലവനെ കൊണ്ട് നിങ്ങൾ ജയിച്ചോ, ഞങ്ങളുമായിട്ടൊരു യാതൊരു ബന്ധവുമില്ല. മേലിൽ അങ്ങനെ പറയുകയും ചെയ്യരുതെന്നാണ് എൻ്റെ റിക്വസ്റ്റ്. മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത്തിരി വിശദീകരണമൊക്കെ തരേണ്ടി വരുന്നത്. നിങ്ങൾ പറയുന്ന 34 ഭരണഘടനയിൽ ഇവിടെ പല മെത്രാന്മാരും ഒപ്പിട്ടിട്ടുണ്ട്. നിങ്ങൾ 34 ഭരണഘടന ഒറിജിനൽ കൊണ്ടുപോവാ. 34 കഴിഞ്ഞ കൊല്ലം എത്രയായി? പലരും കാലം ചെയ്തു, പലരും മരിച്ചും പോയി. അതിൽ ആരൊക്കെ ഒപ്പിട്ടിരിക്കുന്നതെന്ന് ഈ തലമുറയ്ക്ക് അറിയണ്ടേ? അതിൻ്റെ ഒറിജിനൽ കൊണ്ടുപോവാ. ഒറിജിനൽ സൂക്ഷിക്കാൻ പറ്റാത്ത നിങ്ങൾ ഒറിജിനൽ ഇല്ല എന്ന് പറയുന്നതൊക്കെ വിശ്വാസയോഗ്യമല്ല. അതുകൊണ്ട് അതിനെ അംഗീകരിക്കാനും വയ്യ. മലങ്കര ഓർത്തഡോക്സ് സഭ സുറിയാനി സഭ എന്നൊരു സഭയുണ്ടാക്കിക്കൊണ്ട് അതിൻ്റെ പരമാധ്യക്ഷൻ കാതോലിക്കാണെന്നൊക്കെ പറഞ്ഞാലൊന്നും കോടതിയിൽ വിലയില്ല. വളരെ വ്യക്തമായിട്ട് ഇപ്പോഴത്തെ വിധിയിൽ പറയുന്നുണ്ട്. പാത്രിയാർക്കീസ് ബാവ സഭയുടെ ആത്മീയ തലവനാണ്. അതിനെപ്പറ്റി വിശദമായിട്ട് വേറൊരു വീഡിയോ ഇടുന്നുണ്ട്. അതിനെപ്പറ്റി അതിനിപ്പോൾ കൂടുതൽ പറയുന്നുണ്ട്. അപ്പം ഈ മോറോൻ കൂദാശയിൽ പല സഭകളിലെയും പെട്ട
മേൽപ്പട്ടക്കാരോ പിതാക്കന്മാരൊക്കെ നിങ്ങൾ വിളിച്ചോ വന്നോട്ടെ, അത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എത്യോപ്യൻ എരിത്രിയൻ സഭകൾ അവയുടെ തലവന്മാരെ വിളിക്കുമ്പോൾ അവരൊക്കെ സ്വതന്ത്ര സഭകളാണ്. അലക്സാണ്ട്രിയൻ സഭയോട് ചേർന്ന് നിന്നവരാണ് അവരൊക്കെ. കാലക്രമേണ അവർ പിരിഞ്ഞുപോയി, അവർ സ്വതന്ത്ര സഭകളായി നിൽക്കുന്നു. ഈജിപ്തിലെ അല്ലെങ്കിൽ അലക്സാണ്ട്രിയൻ സഭയിൽ നിന്ന് പിരിഞ്ഞുപോയ അവർ ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളിലെ അംഗങ്ങളല്ല. അത് നിങ്ങൾ അവകാശപ്പെടുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളിൽ നിന്ന് എരിത്രിയൻ എത്യോപ്യൻ സഭകളിലെ തലവന്മാരെ വന്നിരുന്നു എന്നൊക്കെ പറഞ്ഞ് വരണേന് കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ റഷ്യൻ ഓർത്തഡോക്സ് സഭ, അത് ഈ ബൈസന്റൈൻ സഭ പോലെയുള്ള ഒരു സഭയാണത്. ക്രിസ്തുവിൽ ദൈവത്വവും മനുഷ്യത്വവും യോജിക്കാതെ വേർപിരിഞ്ഞ് നിൽക്കുന്നു എന്ന് പഠിപ്പിക്കുന്നവരാണ്. AD 451 കൽക്കീദോൻ സുന്നഹോസിനെ അംഗീകരിക്കുന്നവര് അവരുടെ തലവന്മാരും ഇതിൽ പങ്കെടുത്തു, കൂദാശയിൽ പങ്കെടുത്തു എന്ന് പറയുമ്പോൾ അത് മുഴുവൻ ഉൾക്കൊള്ളാൻ പറ്റില്ല. അവർ വന്ന് കാഴ്ചക്കാരായിട്ടിരുന്നോട്ടെ, അതിനാർക്കും പരാതിയില്ല. കൂദാശയിൽ പങ്കെടുത്തു എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു കീഴ്വഴക്കവും പാരമ്പര്യവും സഭയ്ക്കുണ്ടോ? ചെയ്യാൻ പാടുണ്ടോ? വിശുദ്ധ കുർബാന പോലെ തന്നെ മൂറോൻ കൂദാശിയും വിശുദ്ധി നിറഞ്ഞതാണ്. അത് രഹസ്യാത്മകമാണ്. കുറച്ച് ഭാഗം രഹസ്യാത്മകം, കുറച്ച് ഭാഗം പരസ്യാത്മകം, അങ്ങനെയൊന്നുമില്ല. വിശുദ്ധ കുർബാനയുടെ അച്ഛൻ ദർഗാമേൽ കയറുന്നവരെയുള്ള ഭാഗങ്ങൾ പരസ്യാത്മകം എന്ന് പറഞ്ഞാലും വിശ്വാസം സ്വീകരിക്കാൻ വരുന്നവർക്ക് അവരെ പഠിക്കുന്നവര് ഭൂമുഖത്തിൽ നിൽക്കാമെന്നുള്ളത് പ്രവേശനമില്ല. അതുപോലെ തന്നെ പരിശുദ്ധ റൂഹായുടെ പ്രതീകം ഉണ്ടാകുന്നത് നിസ്സാരമല്ലത്. ആ രീതിയിലാണ് കാണണം. ആ തലവന്മാരെ അതിനകത്ത് കൂദാശിയിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ ഉൾക്കൊള്ളുവാൻ പറ്റുകയില്ല. പിന്നെ ചിലർ പറയും, നിൻ മുറിവുകളിൽ നേറ്റേൻ മൂറോൻ മണമെന്നാഥ. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ 5 മുറിവുകളിൽ നിന്ന് മൂറോൻ്റെ പരിമളം വീശുന്നു എന്നൊക്കെ അവർ പറയുന്നു. അപ്പോൾ കർത്താവിനെ അടക്കിയപ്പോൾ യോസേപ്പും നിക്കോദിമോസും കൂടി 100 മകിലും 100 റാത്തൽ വാങ്ങിച്ചു കൊണ്ടുവന്ന് യഹൂദന്മാർ ശവം അടക്കുന്ന മര്യാദ പ്രകാരം ഒരു വലിയ തുണി ഇതിൽ മൃതശരീരം കിടത്തി ചുറ്റി വന്ന് ഇടയ്ക്കൊക്കെ സുഗന്ധവർഗ്ഗങ്ങളിട്ട് നേരമില്ല. കാരണം 6 മണിക്ക് മുമ്പ് ശവമടക്ക് തീരണം. പിന്നെ പിറ്റേ ദിവസം ശനിയാഴ്ചയാണ്, ശാബതാണ്. അന്ന് വലിയ ശാബതാണ്, സഹായി കൂടിയാണ്. അതിർത്തിയടി ചെയ്തു. തലയിലൊരു വട്ടക്കെട്ട് കെട്ടി തെക്ക് അടക്കി. നമ്മളും അങ്ങനെയാണ്. ദുഃഖവെള്ളിയാഴ്ച സ്ലീബ മധുബഹായുടെ ത്രോണോസിൻ്റെ പറയിലുള്ള ആ പ്രത്യേക
ഖബർ മുറിയിൽ അടക്കുന്നത്. അപ്പോൾ പത്രോസും യോഹന്നാനും കൂടി ചെന്നപ്പോൾ മൃതശരീരം കണ്ടില്ല, കർത്താവിനെ കണ്ടില്ല. കർത്താവ് ഉയർത്തെഴുന്നേറ്റ് പോയി. അവനെ ചുറ്റിയിരുന്ന വലിയ തുണിയും തലമേൽ ചുറ്റിയിരുന്ന റൂമാലും ഒക്കെ അത് എടുത്തുകൊണ്ട് വന്നു. അതിൻ്റെ കൂടെ സുഗന്ധവർഗ്ഗങ്ങളും ശ്ലീഹന്മാർ പത്രോസിൻ്റെ നേതൃത്വത്തിൽ എടുത്തു. അപ്പോൾ അവർ പറയുന്നത് ആ മുറിവുകളിൽ നിന്ന് രക്തം ഈ സുഗന്ധധൂപക്കൂട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റില്ല. കർത്താവിൻ്റെ രക്തം മുഴുവൻ ഊറ്റി പിതാവിന് സമർപ്പിച്ചിട്ടാണ് ലോകത്തിൻ്റെ രക്ഷയുണ്ടായത്. പകുതി രക്തം കൊണ്ടല്ല, അല്പം രക്തം കൊണ്ടുമല്ല, 95% രക്തം കൊണ്ടുമല്ല, 99% രക്തം കൊണ്ടുമല്ല, 100% രക്തം ഊറ്റിക്കൊടുത്തു. അതുകൊണ്ട് ആ സുഗന്ധക്കൂട്ടിൽ കർത്താവിൻ്റെ രക്തം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് വലിയ അബദ്ധമാണ്, തെറ്റാണ്. ഒന്നുകൂടെ ഞാൻ പറയാം. അച്ഛൻ പ്രസവിക്കുന്നുണ്ട്, കർത്താവിൻ്റെ രക്തം കൊണ്ട് നെറ്റിമേൽ സ്ലീവ വരയ്ക്കുന്നതിന് തുല്യമായിട്ടാണ് അതൊക്കെ പറയുന്നത്. നിൻമുറിവുകളിൽ നേറ്റേൻ മോറോൻ മണമെന്നാഥ നിന്നധരങ്ങളകോ പട്ടിന്നൂരോടൊത്തുള്ളൂ. അതൊക്കെ ഒരു സിംബോളിക്കായിട്ടുള്ള വർണ്ണനകളാണ്. കർത്താവ് തന്നെ വിശുദ്ധ നിർമ്മല മോറോനാണ്. അവനിൽ നിന്ന് എപ്പോഴും സുഗന്ധവാസന വീശിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കത് അനുഭവപ്പെടാൻ ചിലപ്പോൾ സാധിക്കില്ലായിരിക്കും. അവൻ്റെ മുറിവുകളിൽ നിന്ന് മോറോൻ്റെ മണമുണ്ടായെന്ന് പറയുമ്പോൾ ആ 5 മുറിവുകളിൽ നിന്ന് മോറോൻ്റെ മണം വന്നു എന്ന് ധരിക്കാം. പക്ഷേ ഈ സുഗന്ധക്കൂട്ടിൽ വന്നിട്ടില്ല. ആ മുറിവുകളിൽ നിന്നല്ല, അതിനു മുമ്പ് മുറിവുകൾ എത്രയുണ്ടായി. ചാട്ടവാറാട്ട് ഒഴിച്ചപ്പോഴും ആ നെറ്റിയിൽ മുൾക്കിരീടം വെച്ചടിച്ചപ്പോഴും കൈകളിലും കാലുകളിലും ആണി നിറച്ചപ്പോഴും, കൂടാതെ അവൻ്റെ മുഖത്ത് തുപ്പിയപ്പോഴും അടിച്ചപ്പോഴും ചാട്ടവാറ അടിച്ചൊക്കെ കൊണ്ടുവന്നപ്പോഴൊക്കെ എന്തോരം രക്തം പോയിട്ടുണ്ട്. അതൊക്കെ മോറോൻ്റെ മണമുള്ളത് തന്നെയാണ്. ഇവിടെ ശിഷ്യന്മാരെ ഞാൻ വേഗം പറഞ്ഞു ആ സുഗന്ധക്കൂട്ട് എടുത്ത് അതിൽ സൈത്തന്നെ ഒഴിച്ച് അവർ പൂശുവാൻ കൊണ്ടുവന്ന് വേറെ സുഗന്ധവർഗ്ഗങ്ങളും കൂട്ടി സൈത്തന്നെ ഒഴിച്ച് ശുദ്ധീകരിച്ച് എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നു. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ബോറുണ്ടാക്കിയത്. വേദവസത്തിൽ കാണല്ല, സഭയുടെ പാരമ്പര്യ വിശ്വാസവും അത് തന്നെയാണ്. അതിനെ ശുദ്ധീകരിച്ചു, പ്രാർത്ഥന നടത്തി ശുദ്ധീകരിച്ചു. ഞാൻ ചോദിക്കട്ടെ, യേശുവിൻ്റെ രക്തം അതിനകത്തുണ്ടെങ്കിൽ ഇതിനെ ശുദ്ധീകരിക്കാൻ ആർക്കധികാരം? യേശുവിൻ്റെ രക്തത്തെ ശുദ്ധീകരിക്കാൻ നമുക്ക് അധികാരമുണ്ടോ? യേശുവിൻ്റെ രക്തം നമുക്ക് കുടിക്കാനാണ് തന്നേക്കണം, വിശുദ്ധ കുർബാനയിൽ കൂടി. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനെ നമ്മൾ ശുദ്ധീകരിക്കാൻ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കുറേ പേരിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. നമ്മുടെ ചില ആളുകൾ ഇതായിട്ട് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. ഓർത്തഡോക്സ് സഭയിൽ ഒരു അച്ഛന് ഞാൻ ഇപ്പോൾ പറഞ്ഞില്ലേ, യേശുവിൻ്റെ രക്തം കൊണ്ട് സ്ലീവ നെറ്റിയിൽ വെച്ചിരിക്കുകയാണ്. എഫേസ്യർ 1:13 വായിക്കുമ്പോൾ അവിടെ വളരെ വ്യക്തമായിട്ട് പരിശുദ്ധ അപ്പോസ്തലൻ പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ മുദ്ര കുത്തപ്പെട്ടിരിക്കുന്നു എന്ന്. എഫേസ്യർ 1:13 വായിക്കുമ്പോൾ അപ്പോൾ അത്രമാത്രം വിശുദ്ധ കുർബാനയെ പോലെ തന്നെ രഹസ്യാത്മകമായി ചെയ്യേണ്ട ഈ ശുശ്രൂഷയാണത്. അതിലൊരിക്കലും യേശുവിൻ്റെ രക്തമില്ല. അങ്ങനെയെങ്കിൽ അതിന് അങ്ങനെ വരില്ല, ഒരിക്കലും വരില്ല. ആ രക്തം
മുഴുവൻ ഊറ്റി കൊടുത്തു. അതാണ് സഭയുടെ വിശ്വാസം. കാര്യം കുറേ രക്തമൊക്കെ നിലത്ത് അവരോട് വീണ് പോയിട്ടുണ്ട്. അവൻ നിർമ്മല മോറോനാണ്. അപ്പോൾ അതിൽ മറ്റുള്ളവരാരെങ്കിലും പങ്കെടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ കൂദാശയിൽ കാണികളായിട്ടല്ലാതെ പങ്കെടുക്കുകയോ സഹകരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും തെറ്റാണ്. അത് പരിശുദ്ധ പാത്രീസ് ബാവായ്ക്ക് മാത്രമേ അതിന് അധികാരമുള്ളൂ. കേസ് സംബന്ധിച്ച ഒരു വീഡിയോ ഞാൻ വേറെ ഒരെണ്ണം ഇടുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ അതിൽ വരുന്നതാണ്. അപ്പോൾ മൊറോൻ കൂദാശ ചെയ്യാൻ ഇന്ത്യയിൽ പരിശുദ്ധ പാത്രീസ് ബാവായ്ക്ക് മാത്രമേ അധികാരമുള്ളൂ. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.